നമസ്കാരം, ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. മങ്കടയ്ക്ക് സമീപം വലമ്പൂരിൽ ബൈക്ക് യാത്രികനായ യുവാവിനെ നടുറോഡിൽ തടഞ്ഞു നിർത്തി വളഞ്ഞിട്ട് ആക്രമിച്ചു. കരുവാരക്കുണ്ട് സ്വദേശി ഷംസുദ്ദീനെയാണ് 20ഓളം പേർ ചേർന്ന് മർദ്ദിച്ചത്. പുലാമന്തോളിൽ ഒരു മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത് നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഷംസുദ്ദീൻ. പൊന്നാനിയിൽ ബന്ധുവുമായി സംസാരിച്ചു നിൽക്കെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിച്ച കേസിലെ പ്രതിയെ റിമാൻഡ് ചെയ്തു. വെളിയങ്കോട് പുന്നപ്പയിൽ ആഷിഖിനെയാണ് തവനൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡ് ചെയ്തത്. പൊന്നാനി പിയത്തെ പ്രവാസിയുടെ വീട്ടിൽ നിന്ന് കവർച്ച നടത്തിയ 550 പവൻ സ്വർണം കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ പ്രതികൾ നടത്തിയ കുതന്ത്രങ്ങൾ പൊളിച്ചടക്കി പോലീസ്. 438 പവൻ സ്വർണവും 29 ലക്ഷം രൂപയുമാണ് പോലീസ് കണ്ടെടുത്തത്. പിടിയിലായ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയാണ് സ്വർണവും പണവും കണ്ടെടുക്കാൻ അന്വേഷണം ആരംഭിച്ചത്. നാട്ടിലെങ്ങും മഞ്ഞപ്പിത്തം പടരുമ്പോഴും ജില്ലയിൽ ഉറവിട പരിശോധനാ മാർഗം പരിമിതം. സാധാരണ മഴക്കാലത്ത് മാത്രമേ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കാറുള്ളൂവെങ്കിലും ഇക്കുറി മഴ ശമിച്ചിട്ടും മഞ്ഞപ്പിത്തം വിട്ടുമാറാത്ത സ്ഥിതിയാണ്. വടപുറം സംസ്ഥാന പാതയിൽ കീഴാറ്റൂർ കൊണ്ടിപ്പറമ്പിൽ മിനി ലോറിക്ക് പിറകിൽ KSRTC ബസ് ഇടിച്ച് അപകടം. പാണ്ടിക്കാട് ഭാഗത്തു നിന്നും പെരിന്തൽമണ്ണയിലേക്ക് പോകുകയായിരുന്ന ഓട്ടോറിക്ഷ പോലീസ് വാഹനം കണ്ട് പെട്ടെന്ന് നിർത്തിയതാണ് അപകടത്തിന് കാരണമായത്. പന്നിക്കൂട്ടത്തിന്റെ വിളയാട്ടത്തിൽ ചേകന്നൂരിലും പരിസര പ്രദേശങ്ങളിലും 2 ഏക്കറിലധികം നെൽകൃഷി നശിച്ചു. ചേകന്നൂർ, കാലഞ്ചാടി, കാവുപ്ര പാടശേഖരങ്ങളിലായാണ് 2 ഏക്കറിലധികം നെൽകൃഷി നശിച്ചത്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ വാഹനങ്ങളുടെ അമിതവേഗവും റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും നിരന്തര അപകടങ്ങൾക്ക് കാരണമാകുന്നു. അങ്ങാടിക്ക് സമീപം ക്രിസ്ത്യൻ പള്ളി മുതൽ പെട്രോൾ പമ്പ് വരെ ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് നിരന്തരം ഉണ്ടാകുന്നത്. യാത്രാ ദുരിതത്തിന് പരിഹാരമായില്ല. സമരത്തിനൊരുങ്ങി കാഞ്ഞിരപ്പുഴ മൂടാൽ ബൈപ്പാസ് പാതയോരത്തെ നിവാസികൾ. 4.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള ബൈപ്പാസ് കടന്നുപോകുന്ന വഴിയിൽ ഏതാനും ഭാഗം നവീകരണത്തിലാണ്. കുറ്റിപ്പുറ നഗരത്തിൽ തെരുവ് വിളക്കുകൾ മാസങ്ങളായി പ്രവർത്തിക്കുന്നില്ല. പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങളിൽ സ്വകാര്യ സ്ഥാപനങ്ങളുടെ പരസ്യങ്ങൾ സ്ഥാപിക്കുന്നതിനൊപ്പം അവിടെ സ്ഥാപിച്ച തെരുവ് വിളക്കുകൾ കൂടി പ്രകാശിപ്പിക്കണമെന്ന നിയമം കരാർ കമ്പനി പാലിക്കുന്നില്ല. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.